ഫോട്ടോ തരൂ, എങ്ങനെ തരൂ? എൻ്റെ ഫോണിൽ ഫോട്ടോ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വീണ്ടും തിരുനെല്ലായി ഗ്രാമത്തിലേക്കൊരു യാത്ര. തിരക്കുകളിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പഴയകാല സംസ്കാരവും ആചാരങ്ങളും ഒക്കെ ഒന്ന് നേരിട്ട് കാണാൻ ഇഷ്ടമുള്ളവർക്കും ഒക്കെ പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അഗ്രഹാരം. എത്ര കണ്ടാലും മടുക്കില്ല. ഞാൻ തന്നെ ഇതിനു മുമ്പ് തിരുനെല്ലായി അഗ്രഹാരത്തിൽ പോയിട്ട് വെങ്കായ സാമ്പാറും സേവയും അതുപോലെ നോമ്പടയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഈ യാത്ര ഇവരെയൊക്കെ കാണാനും ഈ ഒരു പൈതൃകം തൊട്ടറിയാനുമാണ്. आरोग्यं पुष्टिवर्धनं शत्रुबुद्धिर्विनाशाय दीपज्योतिर्नमस्तुते दीपलक्ष्मी दीपज्योति महालक्ष्मी सरस्वती नमस्ते. കാലം അതിന്റെ വേഗത കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നഗരങ്ങളിലെ വലിയ ചില്ലുകൂടാരങ്ങൾക്കിടയിൽ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് പണമോ അല്ലെങ്കിൽ പ്രശസ്തിയോ മാത്രമല്ല, മനുഷ്യത്വത്തിന്റെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ചില സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ. ഈ ഒരു തിരക്കുകളിൽ നിന്നും അല്പം മാറി ഒരു പഴയ തെരുവിലേക്കൊന്ന് നടന്നു നോക്കാം. അതായത് അഗ്രഹാരങ്ങളുടെ തെരുവ്. ഇന്നത്തെ ഈ ഒരു യാന്ത്രിക യുഗത്തിൽ എവിടെയും കാണാൻ കിട്ടാത്ത നിഷ്കളങ്കതയുടെയും ഒത്തൊരുമയുടെയും സുഗന്ധം ശ്വസിക്കാൻ കഴിയുന്ന ഒരു പുണ്യഭൂമി തന്നെയാണ് കേട്ടോ ഇത്തരം ചെറിയ ചെറിയ ഗ്രാമങ്ങൾ. കാരണം നമുക്ക് അവിടെ പോയാൽ മാത്രമാണ് അത് മനസ്സിലാവുള്ളൂ. അത് അനുഭവിച്ചറിയുമ്പോഴാണ് ഇന്നും ഇങ്ങനെ ഒരു സ്നേഹം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുക. ചുമരുകൾ പങ്കിടുന്ന വീടുകൾ, അവിടെയുള്ള മനുഷ്യരുടെ ഹൃദയങ്ങൾ അങ്ങനെ തന്നെയാണ് കേട്ടോ, ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്നവ. പുലർക്കാലത്ത് അഗ്രഹാര തെരുവുകളിലൂടെ നടക്കുമ്പോൾ കേൾക്കുന്ന മന്ത്രോച്ചാരണങ്ങൾ, അത് കാതിലേക്ക് അലയടിച്ചെത്തുന്ന കർണാടക സംഗീതത്തിന്റെ ഈണങ്ങൾ, അതിനൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. വീട്ടുപടിക്കല് അരിപ്പൊടി കൊണ്ട് കോലമിടുന്ന അമ്മമാരെയും നെറ്റിയിലെ ചന്ദനക്കുറിയും ഭസ്മവും ഒക്കെ ചാർത്തി ക്ഷേത്രത്തിലേക്കും മറ്റും പോകുന്ന മുത്തശ്ശന്മാരും, ഇവിടെ ഒന്നിനും ഒരു ധൃതിയില്ല എന്നുള്ളതാണ്. ഒരുപാട് സ്നേഹമുള്ള മനുഷ്യർ മാത്രം. ലോകം എത്ര മാറിയെന്ന് പറഞ്ഞാലും ഈ ഒരു തെരുവുകളിൽ ഇപ്പോഴും കാലം നിശ്ചലമായി നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് തോന്നും കേട്ടോ. ആ പഴമയുടെ ഭംഗി വേറിട്ട് നിൽക്കുന്നത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത്. മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പോലും ആളുകൾ മടിക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് ഈ അഗ്രഹാരത്തിലെ ആൾക്കാര് നമ്മളെ സ്വീകരിക്കുന്നത് നിറഞ്ഞ മനസ്സോടെയാണ്. അവിടെ കാപട്യമില്ല, അതുപോലെ ആർഭാടമില്ല, ആഡംബരമില്ല, അഹങ്കാരവും ഇല്ല. അയൽക്കാരന്റെ ദുഃഖം സ്വന്തം ദുഃഖമായിട്ടും അവന്റെ സന്തോഷം സ്വന്തം സന്തോഷമായിട്ടും കാണുന്ന ഒരു കൂട്ടം പച്ചയായ മനുഷ്യരാണ്. സ്വാർത്ഥതയുടെ ഈ ഒരു പുതിയ നൂറ്റാണ്ടില് ഇത്രയും നിഷ്കളങ്കരായ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വിഷമാണ്. ഒരു അഗ്രഹാരത്തിന് പുലർക്കാലത്തിലുള്ള ഭംഗി പോലെ തന്നെ വേറൊരു ഭംഗി അറിയണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ അവിടെ എത്തണം. സന്ധ്യാദീപങ്ങൾ തെളിയുമ്പോൾ ജോലികളൊക്കെ ഒതുക്കി വീടിന്റെ തിണ്ണകളിൽ ഒത്തുകൂടും.
അത് പ്രായഭേദമന്യേ എല്ലാവരും ഒപ്പം ഇരിക്കും. അവിടെ രാഷ്ട്രീയമില്ല, അല്ലെങ്കിൽ മത്സരങ്ങളില്ല, വലിയ ചർച്ചകളൊന്നുമില്ല. പകരം പരസ്പരം പങ്കുവെക്കുന്ന സ്നേഹത്തിന്റെ കഥകൾ മാത്രമാണ്. ഒരേ ഒരു പാത്രത്തിൽ നിന്ന് ഫിൽട്ടർ കോഫി പകർന്നു കുടിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ആ വലിയ സന്തോഷം, അത് ഞങ്ങൾക്കും അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഇത് സാവിത്രി എൻ്റെ വല്യമ്മയാണ്, പിന്നെ സരോജ മാമിയും നമ്മൾ മുമ്പ് ഇവിടെ വന്നിട്ട് വെങ്കായ സാമ്പാറും അതുപോലെ സേവയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 3 ലക്ഷത്തിനടുത്ത ആൾക്കാർ അന്ന് അത് വ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക്. അത് മാത്രമല്ല, മാമിയുടെ വെങ്കായ സാമ്പാറും സേവയും ഉണ്ടാക്കി നോക്കി അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിലും സന്തോഷം. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഇവിടെ എത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു നോയമ്പ് സമയത്ത് ഉണ്ടാക്കണ അട ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നേദിക്കണത് എങ്ങനെയാന്നൊക്കെ മാമി വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം റെസിപ്പി ഒന്നും അല്ല കേട്ടോ, വെറുതെ വീണ്ടും അവരെയൊക്കെ ഒന്ന് കാണുക. പതിവ് പോലെ മാമി കോലിടണത് എങ്ങനെയാന്നുള്ളതും അതുപോലെ 18 മുഴം ഉടുക്കുക എന്നുള്ളത് അവിടുത്തെ ഒരു ട്രഡീഷനാണ്. അതൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. പാവവിമോചിനി പാഹി കല്യാണി ചതുർവദന ഹരിണി പരമോദിനി ചിദാനന്ദമയി നീ സുഖജനനി. ഈ അഗ്രഹാരങ്ങൾ വെറും തെരുവുകൾ മാത്രമല്ല കേട്ടോ, അത് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സംസ്കാരത്തിന്റെ നന്മയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയിട്ടാണ്. മാറ്റങ്ങളൊക്കെ അനിവാര്യമായിരിക്കാം, പക്ഷേ മനുഷ്യത്വവും അതുപോലെ പരസ്പര സ്നേഹവും ഒന്നും നമ്മൾ മറന്നു പോകരുത്. തിരക്കുകൾക്കിടയിൽ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് മടുക്കുമ്പോൾ ഈ അഗ്രഹാര തെരുവുകളിലൂടെ ഒന്ന് ഇറങ്ങി നടക്കുക. അവിടുത്തെ മനുഷ്യരുടെ നിഷ്കളങ്കമായ പുഞ്ചിരി എന്തായാലും നമ്മുടെ മനസ്സിലെ എല്ലാ സങ്കടങ്ങളും മായ്ച്ചു കളയുന്നുള്ളത് തീർച്ചയാണ്. സ്നേഹം കൊണ്ട് തീർത്തതാണ് ഈ ഒരു അഗ്രഹാരങ്ങൾ. അപ്പൊ നമുക്ക് വേണ്ടി വൃത്തിയായിട്ട് എങ്ങനെയാണ് വെങ്കായ സാമ്പാറും അതുപോലെ സേവ ഉണ്ടാക്കുക, അവിടുത്തെ എല്ലാ ട്രഡീഷനും ആചാരങ്ങളും ഒക്കെ പരിചയപ്പെടുത്തി തന്നതാണ് മാമിയും അതുപോലെ വല്യമ്മയൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് പോയി കാണുക, അവരുടെ ഒരു അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളത് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ സന്തോഷമാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.